പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2026 വിവിധ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് കോളേജ്, എയ്ഡഡ് കോളേജ്, സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ വിവിധ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ്. ഇതിൽ നമ്മൾ FIUGP എന്ന് പറഞ്ഞാൽ 4 ഇയർ UG പ്രോഗ്രാം എന്നാണ് അതിനർത്ഥമാക്കുന്നത്. 4 വർഷ ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ആപ്പിൾ ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് അതിൻ്റെ അപേക്ഷ ക്ഷണിച്ച നോട്ടിഫിക്കേഷൻ, പ്രോസ്പെക്ടസ്, പ്രസ് റിലീസ്, ഇവിടെ അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ന്യൂ രജിസ്ട്രേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സൈൻ അപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിന് സെലക്ട് FIUGP സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ, നമ്മുടെ നെയിം ഇവിടെ കൊടുക്കുന്നു, നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു, എന്നിട്ട് നമ്മൾ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് നമ്മളൊരു ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടാവും. അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട പാർട്ട് കടന്നു വരുന്നതാണ്. അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഭാഗം ഇതുപോലെയായിരിക്കും. FIUGPന്റെ നെയിം അവിടെ ഉണ്ടായിരിക്കും, ഇമെയിൽ അഡ്രസ്സ് അവിടെ ഉണ്ടാവും, നമ്മൾ നേരത്തെ കൊടുക്കും. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം, ജെൻഡർ കൊടുക്കണം, മൊബൈൽ നമ്പർ അവിടെ ഉണ്ടാവും, ആധാർ നമ്പർ കൊടുക്കണം, അപ്പാർ ID നിർബന്ധമില്ല, ABC ID എന്ന് പറയും. നമ്മൾ അഡ്മിഷൻ കിട്ടി പിന്നീടുള്ള നടപടികൾക്ക് അപ്പാർ ID നിർബന്ധമായിട്ട് വരുന്ന, ഇപ്പോൾ ഇവിടെ നിർബന്ധമായിട്ട് വരുന്നില്ല എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിർബന്ധം ഇല്ല. പാരന്റ് നെയിം, പാരന്റ് മൊബൈൽ നമ്പർ, ഈ ഡീറ്റെയിലുകൾ എൻ്റർ ചെയ്യണം. പാരന്റ് ഗാർഡിയൻ ആനുവൽ ഇൻകം, റിലീജിയൻ, റിസർവേഷൻ കാറ്റഗറി, നിങ്ങൾ ഏത് കാറ്റഗറി ആണ് എന്നുള്ളത് അവിടെ കൊടുക്കണം. കാസ്റ്റ് നമ്മൾ ഇത് കൊടുക്കുന്നതിനനുസരിച്ച് റിലീജിയൻ കൊടുത്തു, മുസ്ലിം, റിസർവേഷൻ കാറ്റഗറി മുസ്ലിം എന്നുള്ളത് കൊടുക്കാം. കാസ്റ്റ് ഏതാണെന്ന് കൊടുക്കുക, നാഷണാലിറ്റി ഇന്ത്യൻ, അഡ്രസ്സ് കൊടുക്കുക, പിൻകോഡ് കൊടുക്കുക, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, സെലക്ട് യുവർ ഡിസ്ട്രിക്ട്, നമ്മളെ ജില്ല ഏതാണെന്ന്, താലൂക്ക്, വില്ലേജ്, പെർമനന്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും സെയിം ആണോ എന്നുള്ളത് ഏകദേശം ആളുകൾക്ക് സെയിം ആയിരിക്കും. ഡു യു ബിലോങ്, നോൺ ക്രിമിനൽ ആണോ OBC ആണോ എന്നാണ് ചോദിച്ചിട്ട്. ആർ യു ബിലോങ് ടു EWS കമ്മ്യൂണിറ്റി, ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ രണ്ടും ഉണ്ടാവില്ല. ഓക്കെ, EWS മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരാണ്. ഓക്കെ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്നാണ് പറയാ. ആർ യു ഓർഫൻ ആണോ, വെദർ അപ്ലൈ സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ഉണ്ടോ, ഏതെങ്കിലും ഡിഗ്രി റെഗുലർ ആയിട്ടോ ഡിസ്റ്റൻസ് ആയിട്ടോ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതിന്റെ ഭാഗമാണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ വെയിറ്റേജ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. വെയിറ്റേജ് ഡീറ്റെയിൽസിൽ ഫസ്റ്റ് ചോദിക്കാം, ആർ യു പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾ അത് കൊടുക്കുക. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ആർട്സ് ഫെസ്റ്റിവലിൽ ഫസ്റ്റ് പ്ലേസോ A ഗ്രേഡോ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ കൊടുക്കുക. പട്ടാളക്കാരന്റെ ഭാര്യയോ മകനോ ആണെങ്കിൽ നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽ കൊടുക്കുക. NSS സർട്ടിഫിക്കറ്റ് ഉള്ള ആളാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ കൊടുക്കുക. NCC ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ കൊടുക്കുക. അതേപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നെന്മമുദ്ര സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ കൊടുക്കുക. തമിഴ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആണെങ്കിൽ അതാണെങ്കിൽ S എന്ന് കൊടുക്കുക. തമിഴ് നമ്മളൊരു സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് S എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമുക്ക് വരുന്ന ഭാഗത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതിന്റെ KB 60 KB മാത്രമേ അതിൽ സൂട്ടബിൾ ആവുകയുള്ളൂ, 60 KBന് കുറവുള്ളത്. ഓക്കെ, അത് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ഫോട്ടോ വന്ന് സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഇനിയുള്ള ഡീറ്റെയിൽസ് നമ്മളെ +2ന്റെ രജിസ്റ്റർ നമ്പർ, ബോർഡ് ഓഫ് എക്സാമിനേഷൻ, ഇയർ ഓഫ് പാസിംഗ്, സ്ട്രീം, നമ്പർ ഓഫ് സ്റ്റേജ് ടേക്കൻ, നെയിം ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഏത് സ്കൂളിലാണ് നമ്മൾ പഠിച്ചത്, അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഇത് ഞാൻ കുറെ മുമ്പ് +2 കഴിഞ്ഞത് കൊണ്ട് എൻ്റെ മാർക്ക് ഇവിടെ വരില്ല. പുതുതായിട്ട് +2 പാസ്സായ വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ മാർക്ക് ഇവിടെ തെളിഞ്ഞ് വരുന്നതാണെന്നും കൂടി അറിയിക്കണം. നമ്മളെ സബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമാണോ എന്ന് നോക്കാവുന്നതാണ്. ഇത് ഞാൻ കുറെ കാലങ്ങൾക്ക് മുമ്പ് +2 കഴിഞ്ഞത് കൊണ്ടാണ് ഈ മാർക്ക് വരാത്തത്. ഓക്കെ, അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മാർക്ക് എൻട്രി
ചെയ്യുകയാണ്. നമ്മളെ ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ ഓരോ സബ്ജക്റ്റ് ചെയ്ത് അതിന്റെ മാർക്കാണ് ഇവിടെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് നെക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ മാർക്ക് എൻട്രി കഴിയുന്നതാണ്. ഇനിയുള്ള ഭാഗത്ത് നമുക്ക് കോളേജ് അതേപോലെ തന്നെ കോഴ്സും ആഡ് ചെയ്യാം. നമുക്ക് വേണ്ട കോളേജ് ഏത്, കോഴ്സ് ഏത് എന്നുള്ളത് സെലക്ട് ചെയ്യാനാണ്. ഞാനിപ്പോൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുകയാണ്. ഒരു ഉദാഹരണമായിട്ട് ഗവൺമെന്റ് കോളേജ് മലപ്പുറം. എനിക്കവിടെ നമുക്ക് യോജിച്ച കോഴ്സ് അതിൽ വരും, BA എക്കണോമിക്സ് എന്ന് ഞാൻ സെലക്ട് ചെയ്തു. അങ്ങനെ 20 ഓപ്ഷൻ വരെ നമുക്ക് നൽകാവുന്നതാണ്. ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഉടൻ തന്നെ വരുന്നതാണ്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അത് നമ്മൾ ഓപ്ഷൻ കൊടുത്ത് നമ്മൾ സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്താൽ അപ്ലിക്കേഷൻ പ്രിവ്യൂ വരും. അപ്ലിക്കേഷൻ പ്രിവ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ അതിന് എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഫീസ് അടച്ച് നമ്മൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ അവിടെ അവസാനിക്കുകയാണ്. ഇത്രയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ ഡിഗ്രിക്കുള്ള അപേക്ഷാ സമർപ്പണത്തിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.